ഹലോ ഗായ്സ്, വെൽക്കം ടു ദേവ്ട്ടൻ വ്ളോഗ്സ്. ഇന്ന് ഞങ്ങള് ഒരു ചാലഞ്ച് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചാലഞ്ചാണ് ഇമ്പോസ്റ്റർ ചാലഞ്ച്. അതായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങള്. അപ്പോ ഇമ്പോസ്റ്റർ ചാലഞ്ച് എന്താന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ഇവിടെ കുറച്ച് ലോട്ട് ഉണ്ട്, എട്ട് ലോട്ട് ഉണ്ട്. അതിൽ ഓരോ സെറ്റിലും നാലെണ്ണം, കാരണം ഞങ്ങൾ 4 ആളാണ്. അതിൽ ഒരാള് ഇമ്പോസ്റ്റർ ആയിരിക്കും. ഇതിൽ കുറച്ച് കാര്യങ്ങൾ എക്സാമ്പിൾ ഇപ്പൊ പറയാന്ന് വെച്ചാൽ, ഇപ്പൊ വാട്ടർ ബോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 ലോട്ടിൽ വാട്ടർ ബോട്ടിലിന് എഴുതിയിട്ടുണ്ടാവും, ഒന്നിൽ ഇമ്പോസ്റ്ററിന് എഴുതിയിട്ടുണ്ടാവും. ആ ഇമ്പോസ്റ്റർ കിട്ടുന്ന ആളാണ് ഇമ്പോസ്റ്റർ, ആ ലോട്ട് കിട്ടുന്ന ആള്. അപ്പോ ബാക്കിയുള്ളവരൊക്കെ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുമ്പോ ഇമ്പോസ്റ്റർക്ക് അറിയില്ല എന്താ സാധനം എന്നുള്ള അറിയില്ല. അപ്പൊ ഇല്ല. അപ്പൊ ഇമ്പോസ്റ്റർ എന്ത് ചെയ്യണം, ഇവരെ പറയണതിനെ വെച്ച് പിടിച്ചിട്ട് ഇവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ അഭിനയിക്കണം, പറയും വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വാട്ടർ ബോട്ടിൽ ആണെങ്കിൽ അതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റും, അതിന്റെ കളർ അങ്ങനെയാണ് ഇങ്ങനെയാണ് റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങൾ പറയുക. അപ്പൊ വാട്ടർ ബോട്ടിലിനോട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇവര് പറയുമ്പോ ഞാനാണ് ഇമ്പോസ്റ്റർ എങ്കിൽ എനിക്ക് അത് എന്താന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഇവരെ ഒപ്പം കൂടെ ഞാൻ പിടിച്ചു നിൽക്കണം, ഇവർക്ക് മനസ്സിലാവരുത് ഞാനാണ് ഇമ്പോസ്റ്റർ. അങ്ങനെ റൗണ്ട് കഴിയുമ്പോ ആരാണ് ഇമ്പോസ്റ്റർ അയാള്, ഇവര് പറഞ്ഞില്ല വെച്ചാൽ അയാള് ജയിക്കും, ഇല്ലാച്ചാല് അയാള് തോക്കും. പണിഷ്മെന്റ് ഉണ്ട് ട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണിഷ്മെന്റ് ഉണ്ട് പറഞ്ഞിട്ട്. പണിഷ്മെന്റ് അതായത് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് മുഖത്തേക്ക് വെള്ളമാണ് കേട്ടോ, വെള്ളം സ്പ്രേ ചെയ്യുക. ആരാണോ ഇമ്പോസ്റ്റർ ആയത് തോക്കണം. തോറ്റു കഴിഞ്ഞാ അല്ല, ഞാൻ ഇപ്പൊ ജയിച്ചു എന്ന് വിചാരിക്കുക, ഇമ്പോസ്റ്റർ അവര് കണ്ടുപിടിച്ചില്ല, അപ്പൊ ഇവർക്കൊക്കെ ഞാൻ പണിഷ്മെന്റ് കൊടുക്കും. തോറ്റവർക്കൊക്കെ പണിഷ്മെന്റ് ഉണ്ട്. അങ്ങനെ ആർക്കാണ് കൂടുതൽ പോയിന്റ് റെഡി പറയല്ലേ. അപ്പൊ നമ്മള് തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് എവിടുന്ന വലത്തുന്ന ശ്രുതി സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഇഷ്ടമുള്ള ഒരു ലോട്ട് എടുക്കുക. നീ ഇവിടെ കിട്ടും. അയ്യോ, ആര് ഞാൻ ഫസ്റ്റ് പറയേണ്ടത്? ഫസ്റ്റ് ശ്രുതി സ്റ്റാർട്ട്. ഇത് സാധാരണ നമ്മളില്ലേ ഹിന്ദൂസ് അല്ല മുസ്ലിംസ് ഒക്കെ ഒരു ഫംഗ്ഷന് യൂസ് ചെയ്യണതാണ് കേട്ടാ. അത് ഹിന്ദൂസിന് മെയിൻ ആണത് വേണം. എല്ലാ വീടുകളിലും ഉണ്ടാവും, മിക്ക വീടുകളിലും ഉണ്ടാവും. അതെ, ഈശ്വര ഒന്നും കിട്ടുന്നില്ലല്ലോ. ഇത് പല കളറിലുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് ലേഡീസ്. ബോയ്സിന് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ലേഡീസ് ആണ് യൂസ് ചെയ്യുന്നതാണ് എന്റെ. ഇത് ഫാൻസി ഷോപ്പിൽ നിന്നും ജ്വല്ലറിന്നൊക്കെ വാങ്ങാൻ കിട്ടും. എല്ലാത്തിനും ഒരു ഷേപ്പാണ്, പക്ഷെ ഡിസൈൻ വേറെ. ഇത് സന്ധ്യ നേരത്താണ് ഉപയോഗിക്കുക. പറഞ്ഞോ ഇവള് പറഞ്ഞ പോലെ പല ഷേപ്പില് കിട്ടും പറയാം. അപ്പൊ പേര് എഴുതിട്ടൊക്കെ കിട്ടണ സംഭവം. എന്താ വിളക്കാണ്
ഫസ്റ്റ് ഒറ്റയാണ് വിചാരിച്ച പൊന്നൂരേട്ടാ. കാരണം എന്താ വെച്ചിട്ടാ അവൾക്ക് ഇത് കിട്ടിയപ്പോ തന്നെ എന്താ ചെയ്യാന്നുള്ളതായിരുന്നേ. പിന്നെ ഫസ്റ്റ് റൗണ്ടിൽ അത് ഓൾക്ക് ഇത് പറയുമ്പോ റൗണ്ട് ഉണ്ടായി നന്നായി. വീഡിയോ എടുക്കും. പിന്നെ കിട്ടിയത് റൗണ്ട് വന്ന കാരണം ഇവളത് മനസ്സിലായത്. ഇല്ലെങ്കിൽ മനസ്സിലാവില്ലെങ്കിൽ സന്ധ്യ നേരത്തെ ഞാൻ എന്താ ഫസ്റ്റ് പറഞ്ഞേ പല കളറിലുണ്ടാവും ഞാൻ പറഞ്ഞു. അതാ ഫസ്റ്റ് റൗണ്ട് മനസ്സിലായില്ല എന്നുള്ളത് പൊന്നു വന്നാ വിചാരിച്ചു. ഞാനേ സന്ധ്യ നേരത്തെ സന്ധ്യ നേരത്തെ അപ്പൊ ഞാൻ വിളക്ക അല്ലെങ്കിൽ തളിക അങ്ങനെ എന്തൊക്കെയാ വിചാരിച്ചു. അപ്പൊ ഞാനെന്റെ വിഷ്ണുവിന്റെ പൊന്നു കണ്ണടച്ച മൂക്ക് അടിച്ചോ. അപ്പൊ ആ എടുത്തതിലോട്ട് അപ്പുറത്തേക്ക് എടുത്തിട്ടോ മാറ്റി വെച്ചോ. അതങ്ങോട്ട് ഞാൻ സ്വത്തിന്റെ അടുത്ത് റൗണ്ട്. എടുത്തോ അങ്ങോട്ട് നീക്കി. അപ്പൊ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് സ്വത്തും. ഈശ്വരാ. ഇമ്പോസ്റ്റർ ആവണ്ട അവർക്ക്. ആ. തുടങ്ങി. ഞാനല്ലേ ചെയ്യാറുണ്ട്. ആ, പറ. വേറെ കളയണ്ട. പറയട്ടെ, ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വളരെ വേണ്ടപ്പെട്ട ഒരു സാധനം. അയ്യോ അങ്ങനെ നല്ല അടിപൊളി കൊടുക്കട്ട് പെണ്ണ. ഓക്കെ ഓക്കെ പറയും പോണ്ടേ. ശരിയല്ലേ? ഇമ്പോസ്റ്റർ ജീവിക്കണ്ടല്ലേ? എന്തൊക്കെ പറയാ ഈശ്വരാ. ഇത് പല രീതിയിലുണ്ട്, അതായത് പല ഷേപ്പിലുണ്ട്. ആ പറഞ്ഞോ. ചിരിക്കണ്ടേ പറഞ്ഞത്. ഇത് നല്ല വിലപിടിപ്പുള്ളൊരു സംഭവം. ഓക്കെ ശ്രുതി പറ. ഞാൻ പറയണല്ലേ, ഓർത്ത് വെച്ചാ മതി ചിരിക്കണ നേരം. ഇത് വീടുകളിലും ഷോപ്പുകളിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ സാധനം ഉണ്ട്. എല്ലാ വീടുകളും ഉണ്ടാവും, എല്ലാ മിക്ക ഷോപ്പുകളും ഉണ്ടാവും. പല കളറിലുണ്ടാവും. അത്ര വലിയ കളറിലൊന്നും ഇല്ല, എന്നാലും ഉണ്ട്. ഇന്നാലുണ്ട് ഒപ്പൊക്കെ ഒട്ടി മിക്ക വീട്ടിലും ഇത് പറഞ്ഞ കാലാവസ്ഥയുടെ പറഞ്ഞില്ലേ. കൺഫ്യൂഷൻ ആയതാ കേട്ടാ. അപ്പൊ വരാം. എന്താ പറഞ്ഞ ഞാന് ഇതിന് ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. കൂടുതൽ സമയം കറങ്ങിക്കൊണ്ടിരിക്കും. സെക്കൻഡ് റൗണ്ട് ആയില്ലേ? ഇതിൽ കൂടുതൽ കാറ്റാണ് കിട്ടുന്നത്. തുടങ്ങല്ലേ? റെഡി? ഇമ്പോസ്റ്റർ ആരാ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ഞാൻ ശ്രുതി. അയ്യോ ശ്രുതിയ. അപ്പൊ രണ്ട് വിലക്ക് എനിക്കും കണക്ക് 2 ഇഷ്ട. അപ്പൊ ഒരു റൗണ്ട് കൂടി പോവാം നമുക്ക്. കാരണം ടൈ ആയില്ലേ? ഇത് ടൈ ആയില്ലേ? അപ്പൊ ഒരു റൗണ്ട് കൂടി പോവാം. അത് വേണ്ട. ഇവിടുന്ന് 3 ഇത് പോയാ മതി. ഞാനാണോ? ഇനിയൊന്നും കിട്ടണില്ല, അതാണ് മെയിൻ ആയിട്ട് അല്ലേ? ഇത് വാങ്ങുമ്പോ 2 ബോക്സിലായിട്ട് കിട്ടും. നിങ്ങൾ കണ്ണിങ്ങായി പോയിന്റ് പറഞ്ഞു നല്ല പോയിന്റുകളോട് പറഞ്ഞു. ഞാൻ പല ഷേപ്പ് പറഞ്ഞല്ലോ, പിന്നെന്താ പറയാ പല കളറ് പറഞ്ഞു. ഇവിടെ അത് 2 ഷേപ്പിലുള്ളത് ഇവിടെ ഉണ്ട്, ഈ വീട്ടിലുണ്ട്. ഇത് പല ബ്രാൻഡിലായിട്ട് കിട്ടും. വീടുകളില് കറണ്ട് കട്ടായി കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ നമുക്ക് ഇപ്പത്തെ കാലാവസ്ഥയിൽ ഇരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും മെയിൻ ആയിട്ടുള്ള റെഡി 1 2 3 സ്റ്റാർട്ട്. ചേച്ചി എന്റെ ചേച്ചി അല്ല അമ്മു. ആർക്കാ കൂടുതൽ കിട്ട്? 1 2 ഞാനാണ്
നല്ല റേറ്റ് കൂടുതൽ ഷേപ്പിൽ റേറ്റിന്റെ കാര്യമാണ് പറഞ്ഞു. അല്ല ഇമ്പോസ്റ്റർക്ക് പണിഷ്മെന്റ് എന്തെങ്കിലും വരും. നിങ്ങളിത് നടക്കല്ലേ? ഓക്കെ. ഇതിന് മൈദ കുറച്ച് മുക്കാൻ മിറ്റായിരുന്നു അല്ലേ? ഒരു വട്ടം നല്ല അടിക്കുക നിങ്ങള്. പിന്നെ ഞാൻ ഇമ്പോസ്റ്റർ ആയ ഞാൻ പറയണ്ട. ഞാൻ ഇമ്പോസ്റ്റർ ആയ കാരണം ഞാൻ പറയണ്ട. ഒരു വട്ടം ഇവര് അടിക്കുന്നുള്ളൂ. എല്ലാരും കുഴപ്പമില്ല. ഞാനടക്കുന്നു ഇമ്പോസ്റ്റർ കിട്ടാൻ മതി. അയ്യോ ഇമ്പോസ്റ്റർ ഒന്ന് ഭയങ്കര ടാസ്കാലേ. എന്താ ഒന്നും മനസ്സിലാവണില്ല. ശരിയാട്ടോ. ഒരു മിനിറ്റ്. അയ്യോ ഇമ്പോസ്റ്റർ കുഴപ്പം. ആരാ ഞാനല്ല തുടങ്ങണ്ട്. ഇത് പല കളറിലുണ്ട്. അത് ഇത് ഒരുവിധ വീടുകളിലൊക്കെ ഉണ്ട്. ഇത് നല്ല സ്മെല്ലുള്ളതുണ്ട് സ്മെല്ലില്ലാത്തതുണ്ട്. എല്ലാ വീടുകളിലും ഉണ്ടാവും. എല്ലാ വീടുകളിലും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ? അയ്യാണി ഞാൻ വേറെ പറയുന്നത് അങ്ങനെ എല്ലാ ഷോപ്പുകളും കിട്ടില്ല. ഒരു പ്രത്യേക തരം ഷോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ. ഇതിന് മാത്രമായിട്ട് ഷോപ്പ് ഇതിന് മാത്രമായിട്ട് ഷോപ്പുകളുണ്ട്. അല്ലാതെ ഞാൻ വേറെ പറയാനുണ്ട്. ഇതിനെ നന്നായി നോക്കണം നമ്മള്. നല്ല കെയർ കൊടുക്കണം. നല്ല ക്ലൂ കേട്ടോ. ഇത് വാലന്റൈൻസ് ഡേക്ക് ഉപയോഗിക്കും. ഇതിനാണ് വലിയ വില ഒന്നുമില്ല. 2-3 കളറിലുണ്ട്. കളർ പറഞ്ഞു 3 റൗണ്ട് ആയിരുന്നു. അല്ല ഇനി വേറെ കൂടി പറ. ഇതിന്റെ ചെടിമ മുള്ളുണ്ടാവും. കഴിഞ്ഞില്ലേ? 2 റൗണ്ട് കഴിഞ്ഞിട്ടാ. അപ്പൊ ഇമ്പോസ്റ്റർ അറിയല്ലേ? Ready, 1 2 3 സ്റ്റാർട്ട്. സത്തോള് ഇമ്പോസ്റ്റർ. സാധനം റോസാണോ? ഫസ്റ്റത്തെ ഷോപ്പ് തുറന്നതിന് ഞാൻ അടിക്കും. നിങ്ങളൊക്കെ അടിച്ചോ? എല്ലാരും അടിച്ചോ? മേക്കപ്പ് ഒക്കെ പോയി. മേക്കപ്പ് ഒക്കെ പോട്ടെ. റൗണ്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് സ്വത്ത് ബന്നു. ഈ സാധനത്തിന്റെ എല്ലാതും നമ്മൾ ഉപയോഗിക്കും. നീ പറഞ്ഞു. ഇത് പല കളറിലുള്ളതാണ്. നീ സത്തോളൂ. ഇത് പച്ച നിറത്താണ്. പച്ച നിറവും അതെ പല കളറുണ്ട്. പല കളറും. അതെ ഞാൻ പറഞ്ഞ പല കളറുള്ളതാണ്. കളറ് മാറ്റി പിടിക്കും. കളർ വേണ്ട. പർപ്പിളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, ഉണ്ട്. ഓക്കെ ഇമ്പോസ്റ്ററിന് മനസ്സിലായ ചിരിക്കാൻ പാടില്ല. മിക്ക വീടുകളിലും ഉണ്ടാവും ഇത്. ഓക്കെ ഞാൻ പറയട്ടെ. ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. ഒരു ബെസ്റ്റ് ക്ലൂ ഉണ്ട്. പറഞ്ഞാൽ മതി. എത്ര പൂട്ടുണ്ടായി പറയുന്നത്. കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന് വലിയ വില ഒന്നുമില്ല. നമുക്ക് മറ്റേ കുറച്ചായിട്ടും കിട്ടും. കൊറേ ഒരു കൊല്ലയിട്ടും കിട്ടും. ഇനി വരാം. മറ്റേ ചൊവ്വയും കുട്ടികളും വരും. ചോളി മക്കളെ ചോഴി മക്കളും വരുമ്പോ ഉപയോഗിക്കും. ഞാൻ പറയട്ടെ. ഇത് ലാസ്റ്റ് റൗണ്ട് അല്ലേ? ഇത് സദ്യക്ക് മെയിൻ ആയിട്ടുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല. സദ്യകളിൽ എന്താ പറയാ, പറയും.
അതൊന്നും ക്യാമറ അതില് ഇത് കാണുന്നില്ല. പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഊക്കലാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഇമ്പോസ്റ്ററിനെ പറയാണ് റെഡി 3, 2, 1 go. പൊന്നു ശ്രുതിയാണ് ഇമ്പോസ്റ്റർ. രണ്ടെണ്ണോ രണ്ടെണ്ണം. അപ്പൊ റൗണ്ട് കൂടി പോകും. അതായത് 2 വോട്ട് ശ്രുതിക്ക് 2 വോട്ട് പൊന്നൂരിനാണ്. അപ്പൊ ഒരു റൗണ്ട് കൂടി പോവാ. ഓൾമോസ്റ്റ് കിട്ടിണ്ടാവും. ഓക്കെ, ഇനി പറഞ്ഞു ഞാൻ പറയുന്നത് ഇതിങ്ങനെ കണ്ണ് പൊട്ടിയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ സത്തോളൂ. ഇതിന്റെ ഉള്ളില് വെള്ള നിറായിരിക്കും. ഇതിന് പല ഉപയോഗങ്ങളുണ്ട് പറഞ്ഞ അല്ല ഞാൻ ഒന്നും കൂടി പറയാം. കിട്ടണില്ലല്ലോ ഒന്നും. ക്രീ ഇടേണ്ടി വരും ഇവിടൊക്കെ. ഒരു മിനിറ്റ്. ഇതിന് പല ഭാഗങ്ങളുണ്ട്, പാർട്സ് ഉണ്ട്. ഇത് പല തരത്തിലുണ്ട്. കഴിഞ്ഞ് ഇനി ഇമ്പോസ്റ്റർ 3, 2, 1 ഗോ. ഞാൻ ശ്രുതി തന്നെ. ഇനി ഇമ്പോസ്റ്റർ പറഞ്ഞ ആരാച്ച പറഞ്ഞ ശ്രുതി അല്ലേ? പറഞ്ഞില്ലേ ആ ഫസ്റ്റത്തേല് ശ്രുതി പോയി. ഇത് പല കളറിലുണ്ട് എന്നാണ് പറഞ്ഞത്. പല കളറുണ്ട്, സത്യാണ്. പച്ച, മഞ്ഞ, അവിടെ എല്ലാം ഞാൻ പറഞ്ഞത്. ഇവള് ഇവിടെ ചെങ്കതയില്ലേ അതെനിക്ക് മനസ്സിലാകുന്നില്ല. പല കളറിലുണ്ട് പറഞ്ഞപ്പോ എനിക്ക് ഓടിയിരിക്കുന്നത്. അത് കാരണം ബെസ്റ്റ് ക്ലൂ പറഞ്ഞപ്പോ എല്ലാതും ഉപയോഗിക്കും. എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും അല്ല, ഇതിലെല്ലാതും ഉപയോഗിക്കുന്നത്. അപ്പൊ പല പിന്നെ ഇവിടെ പക്ഷെ ഇതിലൊക്കെ തോറ്റില്ലേ നമ്മള് ഇമ്പോസ്റ്റർ ആരൊന്നും പറഞ്ഞില്ലേ. അപ്പൊ ആർക്കും പണിഷ്മെന്റ് വേണ്ട. പണിഷ്മെന്റ് വേണ്ട. പണിഷ്മെന്റ് ഇല്ല. അപ്പൊ എത്ര റൗണ്ട് കഴിഞ്ഞ്? 2, 4, 5 റൗണ്ട് കഴിഞ്ഞ്. അല്ല 1, 2, 3 സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ സ്റ്റാർട്ട് ചെയ്താ ഇത് പഠിക്കുന്ന ഒട്ടുമിക്ക മക്കളിലും ഉണ്ടാവും. പഠിക്കണമെന്നല്ല ഒരു വീട്ടിലെ മിക്ക ആൾക്കാരും ഉണ്ടാവും. ഇതൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ മിക്ക എന്താ ഉണ്ടാവും. ഞാൻ പറയട്ടെ, പല കളറിലും ഉണ്ടാവും. നീളത്തിലാണ്. എല്ലാരും ഉപയോഗിക്കുന്നതാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഗൾഫിൽ നിന്ന് വരുമ്പോ എല്ലാ പ്രവാസികളും കൊണ്ടുവരുന്നത് സാധനം ആരും മിസ്സാക്കാറില്ല. ഞാൻ പറയട്ടെ, ഇത് സിംഗിൾ ആയിട്ടും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ബൾക്കായിട്ടും കിട്ടും, ബോക്സ് ആയിട്ടും കിട്ടും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എല്ലാരും ഉപയോഗിക്കുന്ന സാധനം. ഓക്കെ കുട്ടികളാണ് കൂടുതൽ ഉപയോഗിക്കുക. നീ പറഞ്ഞു ഇല്ല 2 റൗണ്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂക്ക് എത്തിയാലേ 2ാമത്തെ റൗണ്ട് ഫിനിഷ് ആവുള്ളൂ. ഇത് സുഖമായിട്ട് പൊട്ടിക്കാൻ പറ്റും. പറയട്ടെ ഇമ്പോസ്റ്റർ പറയല്ലേ? 3, 2, 1 ഗോ. എന്താ സാധനം മനസ്സിലായ? പെൻസില് അടിച്ചോ. 3 പ്രതികാരം എല്ലാവർക്കും മേക്കപ്പ് പോകുമെന്നാണ് ടെൻഷൻ. അടിച്ചിട്ടുണ്ട് ഇത് അവളുടെ പ്രധാന അത് കുഴപ്പമില്ല. അത് കേട്ടില്ല. നീ തൊട്ട് നോട്ട് അത് മാറ്റി. സ്റ്റാർട്ട്. ഞാനാണോ? ഇതെല്ലാ വീടുകളിലും ഉണ്ടായിന്ന് വരണമെന്നില്ല. ഞാനല്ലേ? എന്താ പറയാ, ഒന്നും ഓർമ്മ. പല കളറിലുണ്ട്.
പൊന്നു സ്റ്റാർ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, സാധനമാണ്. ഇത് ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. ജെന്റ്സിനും ഉണ്ട്, പക്ഷെ കൂടുതൽ ലേഡീസ് ആണ് യൂസ് ചെയ്യുക. കറണ്ട് ആവശ്യമാണ്. ചിന്താഗതി എങ്ങോട്ട് മല കയറി പോകുന്നു. എന്ത് ചെയ്യുന്നു പറഞ്ഞേ? കറണ്ട് ആവശ്യമാണ്. ആവശ്യമാണെന്നുള്ളത് ഞാൻ പല കളറ് പറഞ്ഞു. യെസ് പറഞ്ഞു. അയ്യോ ഇനി എന്താ പറയാ? പറയേ, എന്തൊക്കെ പറയാനുണ്ട് പറയേ. എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. എന്താ പറഞ്ഞേ? ലേഡീസിനാണ് കൂടുതൽ യൂസ്ഫുൾ. എന്താ പറഞ്ഞേ? വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, പല വേണ്ട, എല്ലാ വീടുകളിലും അതുണ്ടാവും. പറഞ്ഞേ, ആ ഫസ്റ്റ് എന്നോട് പറഞ്ഞില്ലേ? നമ്മള് പറഞ്ഞത് പക്ഷെ എല്ലാ വീടുകളിലും ഉണ്ടാവാൻ സാധ്യത കുറവ്, അങ്ങനെയല്ല പറഞ്ഞത്. എല്ലാ വീടുകളും ഉണ്ടാവും. മനസ്സിലായി. ഏതൊക്കെ വീട്ടിലുള്ള ചോപ്പ് എന്റെ വീട്ടിലുണ്ട് guys. ഞാൻ പറയണ്ടേ? ഇതിന് വലിയ റേറ്റ് ഓവർ എന്ന് വെച്ചാൽ തുച്ഛമായ വിലക്കൊന്നും കിട്ടില്ല. അത്യാവശ്യം റേറ്റ് ഉണ്ട്, കൂടിയതുണ്ട്, അതിൽ കുറഞ്ഞതുണ്ട്, മീഡിയം റേറ്റ് ഒക്കെ ഉണ്ട് എന്തായാലും. ഞാൻ പറയട്ടെ, എന്റെ വീട്ടിലുണ്ട്, ഇവിടെ ഉണ്ട്, അതിന്റെ അപ്പുറത്തെ വീട്ടിലുണ്ട്, അതിന്റെ അപ്പുറത്തെ വീട്ടിലുണ്ട്. ഓക്കെ, കട്ട് ചെയ്യണ്ടേ? ഇമ്പോസ്റ്റർ നമുക്ക് ആരറിയണ്ടേ? റെഡി, 1 2 3 start. ഞാൻ തന്നെ ആരാച്ച പണിഷ്മെന്റ് അടിക്കില്ല. കളിക്കിട്ട് നന്നായി കളിക്കിട്ട് ഒന്നും കൂടി എടുക്കട്ടെ മോനെ. അയ്യോ, ഇവള് കിട്ടാണ്ടിരിക്കുമ്പോ തന്നെ മനസ്സിലായി പല കളറും ഓടി. ഞാൻ എഴുതിയത് തന്നെ, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല ഓർമ്മ. അതാ ഞാൻ ഇരുന്ന് ആലോചിച്ചിരുന്നു. പല കളറിലുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടാ. പല കളറുണ്ടല്ലോ. ഇവിടെ ബ്ലാക്ക് ആണെങ്കിൽ അവിടെ വൈറ്റ് ആഷുമാണ്. ഇതിന്റെ ആലോചന എന്തൊക്കെ ആലോചിക്കാൻ എന്തൊക്കെ പറയാണ്ട് പല പല അപ്പൊ ഇങ്ങനെ എല്ലാ വീടുകളുണ്ട് പറഞ്ഞ് എല്ലായിടത്തും ഉണ്ട്. ആരില്ലെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ കഴിയാനായി ഗായ്സ്. ലാസ്റ്റ് വൺ ആണ്. ഇത് രസമുണ്ട്, കുറച്ചുകൂടി ഉണ്ടായിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ലോട്ടാണ് കേട്ടോ ആ സാധനം. കണ്ടിന്യൂസ് കിട്ടിയിരിക്കും. അതല്ല അർത്ഥമാണ് ഞാൻ അത്യാവശ്യം ഇമ്പോസ്റ്റർ ആയില്ല. 3 ഇമ്പോസ്റ്ററാ ഞാൻ എഴുതുന്നുണ്ട്. 3 ഞാൻ ഓക്കെ. ലാസ്റ്റത്തെ അല്ലേ ഞാനല്ലേ തുടങ്ങണ്ട്? പറയട്ടെ, ഞാൻ പറയാം. അവള് പറഞ്ഞിട്ടാണ് മറ്റൊരു പറയാം. എന്തേലൊക്കെ സ്റ്റാർട്ട് ആകണ്ടേ? തുടങ്ങുക, എന്തെല്ലാം തുടങ്ങുക? സ്റ്റാർട്ടിങ് ട്രബിൾ നീന്തല്ല. എന്തൊക്കെ പറയാ? ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ള ഒരു സംഭവം. കറക്റ്റ് പോലെന്താണ് സംഭവത്തിൽ കണ്ട് പറഞ്ഞവർക്ക് എന്താന്നുള്ളത്. അല്ലടി അത് പറഞ്ഞ അന്തത് പറഞ്ഞു. പല കളറുണ്ട്, പല കളറ്, പല ശരി തന്നെ.
ഉണ്ട് പക്ഷെ ഇപ്പഴില്ല ഉണ്ട് സത്യം. കളറിലും ഉണ്ട്. എന്താ കളറില് ഷേപ്പാണ് guys. ഇനി ശ്രുതി. ഒട്ടുമിക്ക ഷോപ്പിംഗ് ഓക്കെ ഞാൻ പറയാലോ. സത്യം പറഞ്ഞ ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ അതൊക്കെ ഒരു ബെസ്റ്റ് ഫീലാന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ ചൂലും കൊട്ടയും കോഴിയൊക്കെ ഉണ്ടാവും. ഇഷ്ടായിട്ടാ അത് പെട്ടെന്ന് കിട്ടില്ല. ചോറും കൊട്ടയും കോഴി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഞാൻ പറയട്ടെ. ആ, ഇവിടെ ബെഞ്ചുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഒരുപാട് ആൾക്കാര് കയറി ഇറങ്ങിയ സ്ഥലം. ഇവിടെ നമ്മൾ കൂടുതൽ ടൈമും ഇരിക്കുകയാണ് ചെയ്യുക. ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് ഭയങ്കര സങ്കടാവും. ആയി തിരിച്ചു പോവാൻ നിർത്തല്ലേ? ആ, ഓക്കെ. അപ്പൊ റൗണ്ട് കഴിഞ്ഞ് ഇമ്പോസ്റ്റർ ആരാന്ന് പറയാം. 3, 2, 1 ഗോ. പൊന്നാണ് ഇമ്പോസ്റ്റർ. സാധനം എന്താ? ക്ലാസ് അനക്ക് മനസ്സിലായിണ്ടായിരുന്ന? മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഞാൻ മനസ്സിലായി. അപ്പൊ ഓരോരുത്തരും ഓരോ ഇത് ലാസ്റ്റ് റൗണ്ട് ആയോണ്ട് മൂക്ക് മാത്രം പൊത്തിക്കാൻ ഇവിടെ നമുക്ക് പൊത്തൊന്നും വേണ്ട. ഇല്ല കണ്ണടച്ചു. ആ, ആവില്ല, വല്ലാണ്ട് ആയില്ല. അപ്പൊ അത് ഞാൻ പറയട്ടെ വീഡിയോയില് ഇമ്പോസ്റ്ററാ ലാസ്റ്റിലേക്ക് ഇട്ടാ മതി. റൗണ്ടില് വിജയിച്ചിരിക്കുന്ന ആള് നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി തീരെ imposter ആയില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ imposter അതിന്റെ അവിടെ നിൽക്കുന്നതോട്ടെ ഇവര് 3 പേരുടെ മുഖത്തും വെള്ളടിച്ചു. എന്റെ മുഖത്ത് മാത്രം വിളിച്ചില്ല. ഞാനാണല്ലോ വിജയിച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രല്ല, കൂടുതൽ imposter ആയത് ഞാനാണ്. കൺഗ്രാറ്റുലേഷൻസ്. എത്ര 8 റൗണ്ടിൽ 3 വർഷം ഞാൻ അവാർഡ് സ്വീകരിച്ചു. പോരട്ടോ 4, 3, 7, 1, 8 ശരി. അപ്പൊ നമുക്ക് സ്നേഹസമ്മാനമായിട്ട് ശ്രുതിക്ക് എന്താടി സമ്മാനം സമ്മാനതാ. പച്ചവെള്ളം കുപ്പിയിലാക്കിയത്. ഓക്കെ, അപ്പൊ അതിന്റെ പി അല്ലേ? അപ്പൊ ഇന്നത്തെ റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് guys. ഗെയിം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഇതില് നല്ലൊരു വീഡിയോ ഇത് പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നിങ്ങൾ കേട്ടാ. അത്ര നന്നായിട്ട് ഇത് അഭിനയിച്ച് കാണിക്കാണ്. ഞങ്ങൾക്ക് എല്ലാം കഴിവ്. ഞങ്ങളുടെ കഴിവ് ഇങ്ങനെ കാണുന്ന നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോ ഞങ്ങൾ ഇതിനായിട്ട് കൂടുതലായിട്ട് വരുന്നതായിരിക്കും. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളെ പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൂ കേട്ടാ. ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തൊക്കെ പറഞ്ഞാല് ഞങ്ങൾക്ക് കുഞ്ഞിന് ആഗ്രഹം ഇല്ല. പറഞ്ഞ സാറില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളെ മെച്ചപ്പെടുത്തുക. അപ്പൊ ഞങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.